ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി ഷാജി കൈലാസ്, ദീപൻ എന്നിവർക്കൊപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്ന സജിത് ജഗന്നാഥൻ സംവിധായകനായി അരങ്ങേറുന്ന സിനിമയാണ് ഒരേ മുഖം. ധ്യാൻ ശ്രീനിവാസനോടൊപ്പം അജു വർഗീസും ഒരു മുഴുനീള കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. 1986, 87 കാലഘട്ടങ്ങളിൽ ചിറ്റൂരിൽ ഒരു കോളേജിൽ ഒന്നിച്ച് പഠിച്ച ആത്മസുഹൃത്തുക്കളുടെ സൗഹൃദത്തിൻ്റെ, പ്രണയത്തിൻ്റെ, കുരുത്തം കെട്ട കുസൃതികളുടെ കഥ പറയുന്ന സിനിമയാണ് ഒരേ മുഖം. എല്ലാ അധ്യയന വർഷം തുടങ്ങുമ്പോഴും എല്ലാ കോളേജ് കവാടങ്ങൾക്ക് മുൻപിലും കാണുന്ന ഒരു ബാനറുണ്ട്, നവാഗതർക്ക് സ്വാഗതം. എന്നാൽ ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിൻ്റെ കവാടത്തിൽ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന ബാനറിന് ഒരു പ്രത്യേകതയുണ്ട്. സക്കറിയ പോത്തൻ്റെ കോളേജിലേക്ക് നവാഗതർക്ക് സ്വാഗതം. ഇത് കാണുന്നവർ ആദ്യം ഒന്ന് അമ്പരക്കും. ഒരു കോളേജിൻ്റെ കവാടത്തിലും ഇത്തരത്തിലൊരു ബാനർ കണ്ടിട്ടുണ്ടാകില്ല. അതെ, ഇതാണ് സക്കറിയ പോത്തൻ്റെ കോളേജ്. ഇവിടെ എല്ലാം പോത്തൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പോത്തനാണ് ഇവിടുത്തെ നേതാവ്. അയാൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ നടക്കില്ല. ആരെ കണ്ടാലും തല്ലും, ചീത്ത വിളിക്കും, പെമ്പിള്ളേരെ കയ്യേറ്റം ചെയ്യും. ആരെയും ഭയമില്ല. ഈ ക്യാമ്പസ് സക്കറിയ പോത്തൻ്റെ രാജ്യമെന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ ഒരു ഇല വീഴണമെങ്കിൽ സക്കറിയ പോത്തൻ തീരുമാനിക്കണം. ആരാണ് ഈ സക്കറിയ പോത്തൻ? അതറിയണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷം പിന്നിലേക്ക് പോകണം. 1986 കാലഘട്ടങ്ങളിലെ ചിറ്റൂർ സെൻറ് തോമസ് കോളേജ് ക്യാമ്പസിലേക്ക് നമ്മൾ എത്തണം. അതാണ് സക്കറിയ പോത്തൻ്റെ യഥാർത്ഥ ക്യാമ്പസ് രാജ്യം. തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് ഒരു മുഖത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ. ഏപ്രിൽ 19 ഇവിടെ ചിത്രീകരണം തുടങ്ങിയത്. ഏകദേശം 20 ദിവസം ഇവിടെ ചിത്രീകരണം നടന്നു. സിനിമയുടെ പ്രധാന ലൊക്കേഷനാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജ്. ക്യാമ്പസിൽ കോളേജ് വിദ്യാർത്ഥികളുടെ വലിയ തിരക്കുണ്ട്. ക്ലാസ് ഉള്ളതിനാൽ കോളേജ് വിദ്യാർത്ഥികളും ഷൂട്ടിംഗ് കാണുവാൻ തടിച്ചു കൂടിയിട്ടുണ്ട്. സിനിമയിലെ പ്രധാന താരമായ സക്കറിയ പോത്തനെ അവതരിപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. അയാളുടെ പ്രിയ ചങ്ങാതി ദാസാണ് അജു വർഗീസ്. കണ്ടുപഴകിയ ക്യാമ്പസ് സിനിമകളിൽ നിന്നും കഥ കൊണ്ടും അവതരണം കൊണ്ടും തികച്ചും വ്യത്യസ്തമാണ് ഒരേ മുഖം. തൂവാനത്തുമ്പികൾക്ക് ശേഷം കേരളവർമ്മ കോളേജ് വീണ്ടും സിനിമയിലേക്ക് വരുന്നത് ഒരേ മുഖത്തിലൂടെയാണ്. ക്യാമ്പസ് ജീവിതം എല്ലാവരുടെയും മനസ്സിൽ എന്നും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ്. ഒരു കാലത്ത് കോളേജിൽ അടിച്ചു പൊളിച്ച് നടന്ന 5 സുഹൃത്തുക്കൾ പഠനം കഴിഞ്ഞ് പല വഴിക്ക് പിരിഞ്ഞു പോകുന്നു. പക്ഷേ ഇവർ തമ്മിൽ കലഹിച്ചാണ് വേർപിരിഞ്ഞത്. ഉറ്റ ചങ്ങാതിമാരായി കോളേജിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ സുഹൃത്തുക്കൾ തെറ്റിദ്ധാരണയുടെ പേരിലാണ് തമ്മിൽ അടിച്ചു പിരിഞ്ഞത്. എന്താണ് വഴക്കിന് കാരണമെന്ന് ഇപ്പോഴും അവർക്ക് അജ്ഞാതമാണ്. പഴയതെല്ലാം മറന്ന് ജീവിക്കുന്ന അവർക്കിടയിലേക്ക് ഒരു പത്രപ്രവർത്തകയുടെ കടന്നുവരവ്, അപ്രതീക്ഷിതമായി അവരുടെ വരവോടെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു. 5 സുഹൃത്തുക്കൾ തമ്മിലടിച്ച് പിരിഞ്ഞതിന് പിന്നിലെ വലിയ സത്യങ്ങളാണ് പത്രപ്രവർത്തകയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, അമല പോൾ, പ്രയാഗ മാർട്ടിൻ, ഗായത്രി സുരേഷ്, രഞ്ജി പണിക്കർ, ചെമ്പൻ വിനോദ്, ശ്രീജിത്ത് രവി തുടങ്ങിയ താരങ്ങൾ കഥാപാത്രങ്ങളാകുന്ന ഒരേ മുഖത്തിൻ്റെ കഥ, തിരക്കഥ ഒരുക്കുന്നത് ദീപു എസ് നായർ, സന്ദീപ് സദാനന്ദൻ എന്നിവരാണ്. ക്യാമറ സതീഷ് കുറുപ്പ്. ലാൽജി കാട്ടിപ്പറമ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകുന്നത് ബിജി പാലാണ്. ബ്ലാക്ക് വാട്ടർ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ജയലാൽ മേനോൻ, അനിൽ ബിശ്വാസ് എന്നിവർ നിർമ്മിച്ച് സജിത് ജഗന്നാഥൻ സംവിധാനം ചെയ്യുന്ന ഒരേ മുഖം ഓണത്തിന് തിയേറ്ററുകളിലെത്തും.